Question paper revision, third chapter, motion in a straight line, part 3. 2016 improvement exam ചോദിച്ചത് velocity time graph of a body is given below. Which portion of the graph represents uniform retardation? ഇപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്, ഏത് പോർഷൻ ആണ് റിട്ടാർഡേഷൻ കാണിക്കുന്നത്? വാട്ട് ഈസ് റിട്ടാർഡേഷൻ? നെഗറ്റീവ് ഓഫ് ആക്സിലറേഷൻ ആണ് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ നിന്ന് എയിലേക്ക് എത്തുമ്പോൾ വെലോസിറ്റി കൂടി വരികയാണ്, അപ്പൊ ആക്സിലറേഷൻ ആണുള്ളത്. പിന്നെ എ ടു ബി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇനി ബിയിൽ നിന്ന് സിയിലേക്ക് വരുമ്പോൾ വെലോസിറ്റി കുറഞ്ഞു വരികയാണ്, പിന്നെ നെഗറ്റീവ് ഓഫ് ആക്സിലറേഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? പോർഷൻ ബി സി. Find displacement in time 2 second to 7 second. 2 second മുതൽ 7 second വരെയുള്ള ടൈം ഏതാ, ഡിസ്പ്ലേസ്മെന്റ് ഏതാണ്? അപ്പോൾ ഇതാ 2 മുതൽ 7 വരെ. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ റെക്ടാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുന്നത് നോക്കിയാൽ ഇതിന്റെ ലെങ്ത് എടുക്കുമ്പോൾ ഇവിടെ 7 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ 7 - 2 ആണ് ലെങ്ത്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇൻറ്റു ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് ആണ് വരുന്നത്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ എത്രയിലാവും നിൽക്കുന്നത്? 6 ആണ്, ഇവിടെ 0 ആണ്. അപ്പൊ നമുക്ക് വരുന്നത് ഹൈറ്റ് 6 ആണ്. 7 - 2 5 ആണ്. 5 × 6 30 മീറ്റർ. A stone is dropped from a height h. Arrive at an expression for time taken to reach the ground. അപ്പോൾ ഒരു സ്റ്റോൺ അറ്റ് ഹൈറ്റ് എച്ചിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. ടൈം താഴെ എത്താനുള്ള ടൈം ഏതാന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് s = ut + ½ at² ആണ്. എസിന്റെ വാല്യൂ h ആണ്, യുവിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് ആ ടേം പോവും. എയുടെ വാല്യൂ g ആണ് വരിക. ഡ്രോപ്പ് ചെയ്യുന്നതുകൊണ്ട് ജിയുടെ വാല്യൂ പോസിറ്റീവ് ആണ്. നമുക്ക് h = ½ gt² കിട്ടി. ഇതിൽ നിന്ന് t² = 2h/g. അപ്പൊ t = എന്തായി? √2h/g. അടുത്തത് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് an object is given below. What type of motion is indicated by the above graph? ഈ ഗ്രാഫ് തന്നിട്ടുണ്ട്, വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇത് ഏത് മോഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നതാണ്? നമുക്കറിയാതെ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. കാരണം വെലോസിറ്റി റെഗുലർ ഇന്റർവെൽ എന്ത് ചെയ്യാണ്? കൂടി വരികയാണ് ചെയ്യുന്നത്. Derive a relation connecting displacement and time for this type of motion. ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ s = ut + ½ at² ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. നമ്മൾ ആ ഗ്രാഫ് നമുക്കറിയാവുന്നതാണ്. ഗ്രാഫ് വരച്ചു, ഏരിയ കാണുന്നു. ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം v0t ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ½ × p - v0 × t. v - v0 പകരം നമ്മൾ at കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ v0t + ½ at × t എന്നുള്ളത് ½ at² ആയി മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു s. അടുത്ത റേഷ്യോ ഓഫ് വെലോസിറ്റി ടു സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഡാഷ്. വെലോസിറ്റി ബൈ സ്പീഡ്, ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ബൈ സ്പീഡ് എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ ഇതില് നോക്കുക, വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് പറഞ്ഞാൽ ആക്ച്വൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പോൾ വെലോസിറ്റി ഒന്നുകിൽ സ്പീഡിന് ഈക്വൽ ആവും അല്ലെങ്കിൽ കുറവാവാനാണ് സാധ്യത. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഇപ്പൊ ഈ കേസ് വരും 1 എന്നുള്ളത് വരും. ഗ്രേറ്റർ ദാൻ 1 ആവില്ല, കാരണം വെലോസിന്റെ വാല്യൂ കുറയുള്ളൂ. ലെസ് ദാൻ 1 ആവും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഈ ഫോർത്ത് ചോയ്സ് തന്നിട്ടുണ്ട്, ഐദർ ലെസ് ദാൻ 1 ഓർ ഈക്വൽ ടു 1. അപ്പോൾ ആൻസർ അതാണ്, ഐദർ ലെസ് ദാൻ 1 ഓർ ഈക്വൽ ടു 1. അടുത്തത് ഫിഗർ 1 ഷോസ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് എ റണ്ണർ എ. ഫിഗർ 2 ഷോസ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ റണ്ണർ ബി. എയുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണ് ഫസ്റ്റിലത്തത്, ബിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് രണ്ടാമത്തത്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മോഷൻ റണ്ണർ എ ഹാസ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ചസ് ഈക്വൽ എമൗണ്ട്സ് ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ആണ് വരുന്നത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും വരുന്നത്? യൂണിഫോം മോഷൻ ആയിരിക്കും വരുന്നത്. ആൻസർ യൂണിഫോം മോഷൻ. അടുത്തത് ഡിറൈവ് എ മാത്തമാറ്റിക്കൽ റിലേഷൻ ദാറ്റ് കണക്ട്സ് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ആൻഡ് ടൈം. നേരത്തെ പറഞ്ഞ അതേ റിലേഷൻ തന്നെ ഏതാണ്? s = ut + ½ at². അത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, പല രീതിയിലാണ് ചോദിക്കുന്നതെന്ന് മാത്രം. നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു, ഏരിയ കാണുന്നു, റെക്ടാങ്കിളിന്റെ ഏരിയ പ്ലസ് ട്രയാങ്കിളിന്റെ ഏരിയ
v0 t plus half into v minus v0 into t. v minus v0 പകരം 80 കൊടുക്കും. അപ്പോൾ 80 into t കിട്ടി. അപ്പോൾ നമുക്കത് കിട്ടി v0 t plus half a t square is equal to yes. Analyzing the above two graphs, find the runner which will win the race. അപ്പോൾ ഈ ഗ്രാഫ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് പിന്നെ ഒരു റേസ് റൺ ചെയ്യാനുള്ള സാധ്യത, എന്താണ് കാരണം തന്നിട്ടുണ്ട്. θ1 is greater than θ2 എന്നൊക്കെ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യത്തേത് ഏതാണ്, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി ആണ് ഇവിടെ വരുന്നത്. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. അപ്പൊ ഇത് ഏതാണ്, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അപ്പൊ വേഗത കൂടിക്കൂടിയിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരേ വേഗതയിലാണ്. അപ്പൊ വേഗത കൂടി വരുന്ന ആക്സിലറേറ്റഡ് മോഷനിലുള്ള ആളാണ് വിജയിക്കുക. അപ്പോൾ ഫിഗർ 2 ആണ് ആൻസർ വരുന്നത്, സിൻസ് ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് മോഷൻ. അടുത്തത് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ. എസ്റ്റിമേറ്റ് ദ വെലോസിറ്റി ഡ്യൂറിംഗ് ദ ടൈം ഇന്റർവെൽ 2 സെക്കൻഡ് ടു 3 സെക്കൻഡ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെ ഉള്ള വെലോസിറ്റി നമുക്ക് കാണണം, 2 മുതൽ 3. അപ്പൊ നമ്മളിതാ ഈ ഒരു പോർഷൻ ആണ് എടുക്കുന്നത്. ഗ്രാഫിന്റെ ഈ പോർഷനിൽ ഇതിന്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് വെലോസിറ്റി കിട്ടി. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y ഇന്റർസെപ്റ്റ് ഡിവൈഡഡ് ബൈ x ഇന്റർസെപ്റ്റ് ആണ്. y എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, ഇവിടെ 30 ആണ്, ഇവിടെ എത്രയാണ് 10 ആണ്. അപ്പൊ 30 മൈനസ് 10 എന്ന് പറഞ്ഞാൽ നമുക്ക് 20 കിട്ടി. ഇവിടെ 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 1 കിട്ടി. അപ്പൊ അതാണ് വരുന്നത് ആൻസർ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ 30 മൈനസ് 10 ബൈ 3 മൈനസ് 2, 30 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 20, 20 ബൈ 1 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ. അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ്. ഷോ ദാറ്റ് ഇറ്റ്സ് ആക്സലറേഷൻ ഈസ് ഇൻക്രീസിംഗ് വിത്ത് ടൈം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ് ആണ്. അപ്പൊ അതിന്റെ ആക്സലറേഷൻ ടൈമിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് ഷോ ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് എന്താ വെച്ചെങ്കിൽ ആ ഒരു ഇക്വേഷൻ ആക്കിയിട്ട് എഴുതി എക്സ് പ്രൊപ്പോർഷണൽ ടു, എക്സ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് എടുക്കാം. ഡിസ്പ്ലേസ്മെന്റ് എക്സ് പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് കൊടുക്കാം, ടി ക്യൂബ്. ഇതിൽ നിന്ന് വെലോസിറ്റി ആണ്, വെലോസിറ്റി കാണാൻ ഇതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് എടുക്കേണ്ടത്. റേറ്റ് ഓഫ് ചേഞ്ച് പറഞ്ഞാൽ നമുക്കറിയാം dx by dt. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ് ടി ക്യൂബിനെ. അപ്പൊ എക്സ് റേസ്ഡ് എന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക n ഇൻറ്റു എക്സ് റേസ്ഡ് n മൈനസ് 1 ആണ്. അപ്പൊ അതുപോലെ തന്നെ 3 ഇൻറ്റു ടി റേസ്ഡ് 3 മൈനസ് 2 എന്നാണ് വരിക. 3 മൈനസ് 2 വാല്യൂ 2 ആണ്. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3t സ്ക്വയർ ആണ്. ഇനി ഇതാണ് വെലോസിറ്റിയുടെ വാല്യൂ. ഈ വെലോസിറ്റിയുടെ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്സലറേഷൻ കിട്ടി. അപ്പൊ നമുക്ക് dv ബൈ dt കിട്ടി. dv ബൈ ഡിറ്റിയുടെ വാല്യൂ പറഞ്ഞാൽ 3, അതേപോലെ തന്നെ എഴുതി. ടി സ്ക്വയറിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2t ആണ്. 2 ഇൻറ്റു ടി റേസ്ഡ് 2 മൈനസ് 1 ആണ്. 2 മൈനസ് 1ന്റെ വാല്യൂ 1 ആണ്, അതുകൊണ്ടാണ് ഇവിടെ ടി വന്നത്. അപ്പൊ 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 60. അപ്പൊ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 60 ആണ്. സോ വി ക്യാൻ റൈറ്റ് ആക്സലറേഷൻ പ്രൊപ്പോർഷണൽ ടു ടി.